ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാനും സാൻവിയും കൂടെ പുറത്തേക്ക് പോവാണ് കേട്ടോ. ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ടാവും ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത്. അങ്ങനെ ബസ് കയറി പോവാണ്. ഏട്ടൻ അവിടേക്ക് എത്തും. സ്റ്റേഡിയം ലുലുവിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ ബസ് വെയിറ്റിംഗ് ഏരിയയിൽ നിൽക്കുകയാണ്. ഏട്ടൻ ഇപ്പോൾ എത്തുള്ളൂ, മെട്രോ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളതാ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്ക്രീനിൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾ ഏട്ടൻ വന്നു. ഇനി ഞങ്ങൾ ലുലുവിലേക്ക് കയറുകയാണ് കേട്ടോ. ലുലു കയറുന്ന എൻട്രൻസ് ആണത്. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പർച്ചേസിങ് ആണ് കേട്ടോ. നാട്ടിലേക്ക് പോകാനുള്ള പർച്ചേസിങ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ ഇയർ ലാസ്റ്റാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കുട്ടി ഷോപ്പിങ്ങൊക്കെ കഴിച്ചു വെക്കാം. ഇനിയിപ്പം ഓഫറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുഞ്ഞി മക്കൾക്കുള്ള ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഓഫറുണ്ട്. ചിലപ്പോൾ ഇനിയിപ്പം നമ്മൾ ആ ടൈമിലേക്ക് വാങ്ങാൻ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് എടുത്തു. പിന്നെ അപ്പോൾ വന്നു. ടൈം കിട്ടുന്നതനുസരിച്ചിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ലാസ്റ്റിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. ഞങ്ങൾക്കിത് കാർഗോ ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നവംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കാർഗോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഷിപ്പ് വഴിയാണ് കേട്ടോ. അപ്പം 25 ഡേയ്സ് എങ്ങാനും പിടിക്കും നാട്ടിൽ. അപ്പോൾ നമ്മൾ എത്തുമ്പോഴേക്കും സാധനം എത്തണം. അങ്ങനത്തെ രീതിയിൽ നമുക്ക് അയക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പാൻ്റായാലും കുട്ടിയൊക്കെ പറ്റുന്ന എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോന്നോരോന്ന് നോക്കുകയാണ്. പിന്നെ ഇതൊക്കെ 9 മന്ത് വരെയുള്ള കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള, വീട്ടിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാനൊക്കെ പറ്റിയ ടീഷർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ക്ലോത്താണ് കേട്ടോ. നല്ല കുഴപ്പമില്ല, ക്വാളിറ്റി ഉണ്ട്. പൈസ ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ സാൻവി എന്തൊക്കെയോ എടുക്കുന്നുണ്ട്, എന്തൊക്കെയോ വേണമെന്ന് പറയുന്നുണ്ട്. അവൾ എന്തൊക്കെയോ കളിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. നമുക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളുണ്ടോയെന്ന് ഞങ്ങളൊന്നിങ്ങനെ തപ്പാണ് കേട്ടോ. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വെച്ചാൽ വാങ്ങിക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ കളിക്കുന്ന ഐറ്റംസിനും ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ സ്കെച്ച് കാര്യങ്ങൾക്ക് ഓൾറെഡി അവളെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇനി നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് നമ്മൾ മുന്നേ ഇതേപോലെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഷോപ്പിംഗ് പാർട്ട് 1 ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പകുതിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. നമ്മൾ ബഡ്ജറ്റായാലും ഉള്ളതിനനുസരിച്ച് ഇപ്പോൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. ആളെന്തോ തോക്കെന്തോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കളിക്കായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പാൻറ്റും കാര്യങ്ങളൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, ഓഫീസ് യൂസ് അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള ഫോർമലായിട്ട് അങ്ങനത്തെ പാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാൻവി എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് പോവാം. അങ്ങനെ ഇലക്ട്രോണിക് ഐറ്റംസിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഈ മാല എടുക്കണം എന്നിട്ട് അവൾ ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യില്ല, ജസ്റ്റ് വെറുതെ കാണുമ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ചു. ഇനി നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി മെല്ലെ വീട്ടിലേക്ക് പിടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കാര്യമായിട്ട് പിന്നെ ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല. പിന്നെ ഇനി ടൈമുണ്ട്. ഇപ്പോൾ ഒക്ടോബറൊക്കെ ആയിട്ടല്ലേ ഉള്ളൂ. അപ്പം നവംബർ ഒരു മിഡൊക്കെ ആകുമ്പോഴേക്കും പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനമായി. പിന്നെ നമ്മൾ ബസ് കയറി പോപ്കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ബസ് കയറി പോവാണ് കേട്ടോ. ഇനി റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇങ്ങനെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടൊക്കെ ഇങ്ങനെ ഷോപ്പിംഗ് വ്ളോഗ്സുകൾ വരും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.